വെറും ഓ മൈ ഗോഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കണ്ട. എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വയനാട്ടിലേക്ക് ഓടുന്ന വീട്ടുകാരാണ് എന്റെ. വെയിറ്റ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. വയനാട്ടിലേക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ മൈസൂർ എത്തി കഥയാണ് എനിക്ക് ഇങ്ങോട്ട് പറയാം. രാവിലെ ഇറങ്ങി പെട്രോൾ അടിച്ച് ഞങ്ങൾ നേരെ ചുരം കയറാൻ പോയി. ചുരത്തിന്റെ വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തിട്ടില്ല, കാരണം ഞാൻ ഇതേ വീഡിയോ ഇതേമാതിരി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. എന്റെ അക്കൗണ്ടിൽ ഉണ്ടത്. അങ്ങനെ കുറേ കിലോമീറ്റേഴ്സ് ട്രാവൽ ഉള്ളതിനെ കൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ ഓടിക്കുന്നതിനെ കൊണ്ടുമാണ് ഞാൻ രാവിലെ ഇറങ്ങിയത്. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ. വയനാട് ഏതോ ഒരു ചുരത്തിന് മുകളിൽ എത്തിയപ്പം ഏതാന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഭയങ്കര കാറ്റിരുന്നു കൈസ്. ആ കാറ്റത്ത് എന്റെ ഡ്രസ്സ് വരെ പറന്നുപോയി. നല്ല സുഖമുണ്ട്, നല്ല രസമുള്ള ഒരു കാറ്റ്. അവിടെ നിന്നാണ് ഞങ്ങൾ ഫാമിലീസ് മീറ്റ് ആയത്. പിന്നെ കുറച്ച് നേരം അവിടെ കാറ്റൊക്കെ കൊണ്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞ് പിന്നെ നമ്മള് പോവാ വിചാരിച്ച്. ഞങ്ങൾ ആക്ച്വലി പോകുന്നത് ഗുണ്ടൽപേട്ട് സൺഫ്ലവർ ഫീൽഡ് കാണാനാണ്. ഇതാണല്ലോ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ട് പോകുന്നത്. എനിക്ക് എത്ര കണ്ടാലും ഇഷ്ടമുള്ള ഒരു വ്യൂ ആണ് ഈ ഒരു KSRTC വയനാട് ചുരം വളക്കി. പറയുമ്പോൾ ഞാൻ കുറെ വട്ടം കണ്ടിട്ടുണ്ട്, എന്നാലും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആ. എനിക്ക് പുതിയതായിട്ട് കാണുന്ന മാതിരിയാ എപ്പോഴും ഫീൽ ചെയ്യും. അങ്ങനെ വെൽക്കം ടു വയനാട്, നൈസ് ടു മീറ്റ് യു. കുറേ ട്രാവൽ ചെയ്ത് കുറേ കാട് താണ്ടി, മലകൾ താണ്ടി, മലകളില്ലല്ലേ, പൂവുകൾ താണ്ടി. ഇവൻ ഇടയ്ക്കൊരു സ്നേഹമാണ്. സ്നേഹം കൂടുന്ന സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് കച്ചറയും. അതേപോലെ എത്ര കണ്ടാലും മതിയാവാത്തൊരു വേറൊരു വിഷ്വൽസ് ആണ് മുത്തങ്ങ കാട്, അല്ലെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്. നമ്മളത് ഒന്ന് കർണാടകേന്റെ ആണല്ലോ. ഞാൻ കുറെ എക്സ്പെക്ട് ചെയ്ത് എന്തെങ്കിലും ആനിമൽസിനൊക്കെ കാണിയിരിക്കുന്നു, പക്ഷെ ഞാനൊരു കാക്കയാണ് പോലും കണ്ടിട്ടില്ല ഗൈസ്. അതാണ് സത്യം. പിന്നെ അങ്ങോട്ട് നമ്മൾ വേറെ ലോകം. ചുറ്റിലും ഫ്ലവേഴ്സ്, അതും വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്. ചെട്ടി ഉണ്ട്, പിന്നെ ഒരു യെല്ലോ കളറുള്ള ഒരു ഫ്ലവർ ഉണ്ട്, പിന്നെ സൺഫ്ലവർ. നമ്മൾ മെയിൻ ആയിട്ട് വന്നത് സൺഫ്ലവർ കാണാനാണ്. അവിടുന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് പോയി. അപ്പാണ് എന്റെ കൂടെ ഉള്ള ചെറുതിനൊരാഗ്രഹം, ഓന് ജിറാഫിനെ കാണുന്നത്. സംഭവം ഓൻ തേടിട്ട് ജിറാഫിനെ കണ്ടില്ല. ഞാൻ ആകെ 1-2 വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ. ഐ തിങ്ക് ഒരു വട്ടം ഞാൻ കണ്ടിട്ടുള്ളൂ, അതും കുറെ മുന്നെയാണ്. അപ്പൊ ഇവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും ആരാധിക്കും ഭയങ്കര ആഗ്രഹമായി ജിറാഫിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് കിലോമീറ്റേഴ്സ് കൂടെ ആണല്ലോ മൈസൂരേക്കുള്ളൂ. ഒറ്റ മൈൻഡ് മൈസൂരേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അപ്പൊ നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ അണ്ടർഗ്രൗണ്ട് പാസേജ് വഴി പോകണം. ആ അണ്ടർഗ്രൗണ്ട് പാസേജിലാണ് നമ്മളുള്ളത്. ഇതിന് നേരെ മേലെ റോഡാ. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. ടിക്കറ്റ് എടുത്തിട്ടാണ് ഞങ്ങൾ ഉള്ളോട്ട് കയറിയത്. ടിക്കറ്റ് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ ആകെ അവിടേക്ക് കടന്നപ്പോ വേറൊരു വേൾഡ് തന്നെയാണ്. ഫസ്റ്റ് തന്നെ ബേർഡ്സ് ആണുള്ളത്. അതിൽ നമ്മളെ ലവ് ബേർഡ്സ് തൊട്ട് വേറെ വലിയ ബേർഡ്സ് വരെ ഉണ്ട്. കാക്ക, പൂച്ച, സോറി പൂച്ച ബേർഡ് അല്ലല്ലേ. ഗൈസ് ഞങ്ങൾ ലയണൊക്കെ ഉണ്ടോ, ലയൺ. പിന്നെ ഇതാണ് ഗൈസ് റൈനോസർ. കൊള്ളാം അല്ലേ, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബട്ട് എല്ലാം ഒരു ക്ഷീണിച്ച പോലെ ഉണ്ടായി. പിന്നെ ഞങ്ങൾ വേറെ എന്തൊക്കെ നോക്കി ഞങ്ങളുടെ സ്ഥലത്തെത്തി ഗൈസ്. അത് ഗൊറില്ല ഇവ ഞങ്ങളെ കാണിച്ചിരുന്നത് സീബനാണ്. എനിക്ക് ബെറിനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഇത് എന്തോ ഒരു കൈൻഡ് ഓഫ് ആണ്. അത് കണ്ട് നേരെ എൻട്രി പോകുന്നത് ഒരു ഫൗണ്ടൈനിലേക്ക്. ഫൗണ്ടൈൻ കണ്ടു കഴിഞ്ഞ് നടന്നു പോകുന്ന ഒരു ദാമാൻ കൂട്ടം. നോക്കൂ ഗൈസ്, മുറ്റത്തൊരു ഹൈന. ഹലോ, ഇവിടെ എന്തോ ഉണ്ട്. എലഫന്റ് വലിയ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഒരു കൂട്ടിലൊരു സാധനം കാണില്ല. എന്തായാലും ഡോറ പറയല്. നമ്മളിപ്പോ എലിഫന്റിന്റെ അടുത്ത് കൂട്ടിലിട്ടേനെ കാണാൻ കഴിഞ്ഞില്ലേ. അയ്യോ മലയാളത്തിൽ ആന എന്ന് പറയും. പ്രശ്നം എന്താ അറിയോ, ഓനെ ഓടിയിട്ടേ ബാക്കോട്ട് നോക്കും. എന്റെ പോലെ നമ്മളിപ്പോ എവിടെ പോയാലും മലയാളം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ നോക്കല്ലോ. എല്ലാരും നടന്നു കൊയങ്ങി ഗൈസ്. ഞാൻ എന്നോ കൊയങ്ങി. ഞാൻ അതുകൊണ്ട് അവിടെ റെസ്റ്റ് എടുക്കുന്നു. ആരാ ഇവിടെ, നിങ്ങൾ കണ്ടോ പാമ്പിനെ? ഗൈസ് ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്ക് അകം ജിറാഫിന്റെ അടുത്തെത്തും പോലില്ല. അത്രയും വലിയ പൈത്ത് ഉണ്ടായിട്ടും ഇതിന്റെ തല മാത്രം ഇവിടെ കാണില്ലല്ലോ ഗൈസ്. ആൻഡ് ഫൈനലി ഗൈസ്, ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും വെയിറ്റ് ചെയ്തത്. ജിറാഫ് ഞങ്ങൾ കണ്ടു, ഹാപ്പി ആയി.
അതാണ് ജിറാഫിനെ ലാസ്റ്റ് ആക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് തിരിച്ച്, ബിക്കോസ് മൺഡേ എല്ലാവർക്കും ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് വേഗം വീട്ടിലെത്തണം. പോസ്റ്റ് അടച്ച് കഴിഞ്ഞാൽ വേറെ ഒരു മാർഗ്ഗം ഇല്ലാത്തത് കാരണം ഞങ്ങൾ വേഗം പോയി ഒരു കടയിലെത്തിപ്പോൾ ചായ കുടിച്ചു അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ രാത്രി കാണുന്നതിന് മുന്നേ തന്നെ ബന്ദിപ്പൂര് ലൈക്ക് ബോർഡർ കയറി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അബൌട്ട് 1 hour ഓർ സംതിങ് അതിൻ്റെ അടുത്ത് തന്നെ എത്തുമല്ലോ കേരള കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇഷ്യമില്ലല്ലോ. അതുവരെ ഒരു തുള്ളി കണ്ണടയ്ക്കാത്ത ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. പിന്നെ വയനാട് എത്തിയപ്പോൾ നല്ല മഴയത്ത് ഞങ്ങൾ ട്രാപ്പായി പോയിന്ന്. എന്നാലും ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ട് ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് കുറച്ച് മഴയൊക്കെ കുറഞ്ഞ് പിന്നെ ചുരം ഇറങ്ങി. അപ്പോൾ വലിയൊരു വ്ളോഗാണ് ഞാൻ ഒരു 6 minutesൻ്റെ ഉള്ളിൽ ഒതുക്കിയത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എന്ത് കൈൻഡ് ഓഫ് വീഡിയോസാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ട്രൈ ചെയ്യാം. ബിക്കോസ് ഐ ലവ് ടു ഡു വീഡിയോസ്. അപ്പോൾ അടുത്ത വലിയ ചെറിയ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ ഗൈസ്.